പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന മലയാള സാഹിത്യ ക്വിസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഇതുപോലുള്ള വീഡിയോകൾ, ദിവസവുമുള്ള ക്വിസുകൾ എന്നിവയുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം മുടങ്ങാതെ ലഭിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ണീസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 61 ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ ഈ ക്വിസിലെ ഒന്നാമത്തെ ചോദ്യം: തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആര്? തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആര്? വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയാണ് തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത്. ചോദ്യം 2: കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ കവിതകളെയാണ്? കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ കവിതകളെയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതകളാണ് കാച്ചിക്കുറുക്കിയ കവിതകൾ. ചോദ്യം 3: ആദ്യമായി രാഷ്ട്രീയ കഥകൾ മലയാളത്തിൽ അവതരിപ്പിച്ച എഴുത്തുകാരൻ ആര്? ആദ്യമായി രാഷ്ട്രീയ കഥകൾ മലയാളത്തിൽ അവതരിപ്പിച്ച എഴുത്തുകാരൻ പൊൻകുന്നം വർക്കി ആണ്. പൊൻകുന്നം വർക്കി. ചോദ്യം 4: മലയാള കഥാലോകത്തിലെ ഒറ്റയാൻ എന്ന വിശേഷണം ആരെയാണ് സൂചിപ്പിക്കുന്നത്? മലയാള കഥാലോകത്തിലെ ഒറ്റയാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ടി പത്മനാഭൻ. ടി പത്മനാഭനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ചോദ്യം 5: എതിർപ്പിൻ്റെ കഥാകാരൻ എന്ന അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? എതിർപ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ പി കേശവദേവ് ആണ്. പി കേശവദേവ്. ചോദ്യം 6: മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. ചോദ്യം 7: നിരൂപകനായ കുട്ടിക്കൃഷ്ണമാരാർ സാഹിത്യപ്പറയൻ എന്ന് വിശേഷിപ്പിച്ച എഴുത്തുകാരൻ ആര്? കുട്ടിക്കൃഷ്ണമാരാർ സാഹിത്യപ്പറയൻ എന്ന് വിശേഷിപ്പിച്ചത് പി കേശവദേവിനെയാണ്. പി കേശവദേവ്. ചോദ്യം 8: ചരിത്രാഖ്യായികകളുടെ കർത്താവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ചരിത്രാഖ്യായികകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള. സി വി രാമൻപിള്ളയാണ്. ചോദ്യം 9: മലയാള കവിതയിലെ പാടുന്ന ഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മലയാള കവിതയിലെ പാടുന്ന ഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് പാടുന്ന ഗന്ധർവൻ. ചോദ്യം 10: മഹാകാവ്യം എഴുതാത്ത മഹാകവി എന്ന വിശേഷണം ആധുനിക കവിത്രയത്തിലെ ആർക്കാണ് ചേരുന്നത്? മഹാകവി കുമാരനാശാൻ ആണ് മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം കിട്ടിയ കവി. ചോദ്യം 11: 18 കവികളിൽ അരക്കവി എന്ന വിശേഷണം ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? 18 കവികളിൽ അരക്കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, ആ സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ളത് പുനം നമ്പൂതിരിക്കാണ്. ചോദ്യം 12: ഭാഷയിലെ താജ് എന്ന് സഞ്ജയൻ വിശേഷിപ്പിച്ച കൃതി ഏത്? ഭാഷയിലെ താജ് എന്ന് സഞ്ജയൻ വിശേഷിപ്പിച്ച കൃതി കണ്ണുനീർത്തുള്ളി ആണ്. കണ്ണുനീർത്തുള്ളി. ചോദ്യം 13: സാഹിത്യ പഞ്ചാനനൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് സാഹിത്യകാരനെയാണ്? സാഹിത്യ പഞ്ചാനനൻ എന്ന് വിശേഷണമുള്ളത് പി കെ നാരായണപിള്ളയ്ക്കാണ്. പി കെ നാരായണപിള്ളയെയാണ് സാഹിത്യ പഞ്ചാനനൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ചോദ്യം 14: സഞ്ചാര സാഹിത്യത്തിലെ കുലപതി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? സഞ്ചാര സാഹിത്യത്തിലെ കുലപതി എന്ന വിശേഷണം ഉള്ളത് എസ് കെ പൊറ്റക്കാടിനാണ്. ശങ്കരൻകുട്ടി പൊറ്റക്കാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. എസ് കെ പൊറ്റക്കാട്. ചോദ്യം 15: മലയാള സാഹിത്യത്തിൽ ഒരു ഞെട്ടിൽ വിരിഞ്ഞ 2 കുസുമങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 2 കവികൾ ആരെല്ലാം? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ് ഒരു ഞെട്ടിൽ വിരിഞ്ഞ 2 കുസുമങ്ങൾ എന്ന വിശേഷണം നൽകപ്പെട്ടിട്ടുള്ളത്. ചോദ്യം 16: ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ കേരളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം 17.
കഥകളിയുടെ സാഹിത്യത്തിന് പറയുന്ന പേരെന്ത്? കഥകളിയുടെ സാഹിത്യത്തിന് പറയുന്ന പേരെന്ത്? ആട്ടക്കഥ. ആട്ടക്കഥ എന്നാണ് കഥകളിയുടെ സാഹിത്യരൂപത്തിന് പറയുന്ന പേര്. ചോദ്യം 18. ആട്ടക്കഥയിലെ ഭാഷ ഏതാണ്? കഥകളിയുടെ സാഹിത്യരൂപമായ ആട്ടക്കഥയിലെ ഭാഷ ഏതാണ്? മണിപ്രവാളം. മണിപ്രവാളം എന്നാണ് ആ ഭാഷയ്ക്ക് പറയുന്ന പേര്. ചോദ്യം 19. ഏതെല്ലാം ഭാഷകൾ ചേർന്നുള്ള ഭാഷയാണ് മണിപ്രവാള ഭാഷ? മണിപ്രവാള ഭാഷയിൽ സംസ്കൃതവും മലയാളവും ചേർന്നിട്ടാണ് ഉള്ളത്. സംസ്കൃതവും മലയാളവും ചേർന്നൊരു ഭാഷാരൂപമാണ് മണിപ്രവാളം. ചോദ്യം 20. കഥകളിയുടെ ആദിരൂപം എന്ന് പറയുന്ന കലാരൂപം ഏത്? കഥകളിയുടെ ആദിരൂപം എന്ന് പറയുന്ന കലാരൂപം രാമനാട്ടം. രാമനാട്ടത്തിൽ നിന്നാണ് പിന്നീട് പരിഷ്കരിക്കപ്പെട്ട് കഥകളി ഉണ്ടാവുന്നത്. ചോദ്യം 21. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. ചോദ്യം 22. തുള്ളൽ സാഹിത്യത്തിൻ്റെയും തുള്ളൽ കലാരൂപത്തിൻ്റെയും ഉപജ്ഞാതാവ് ആര്? അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ ആണ്. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ചോദ്യം 23. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ചോദ്യം 24. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഏതാണ്? ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഇന്ദുലേഖയാണ്. ഇന്ദുലേഖയുടെ കർത്താവ് ഒ ചന്തുമേനോനാണ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ചോദ്യം 25. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏത്? മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം ആണ്. വർത്തമാന പുസ്തകം എഴുതിയത് പാറേമാക്കൽ തോമാക്കത്തനാരാണ്. ചോദ്യം 26. ആദ്യമായി മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട കൃതി ഏതാണ്? ആദ്യമായി മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട കൃതി ഏതാണ്? സംക്ഷേപവേദാർത്ഥം. സംക്ഷേപവേദാർത്ഥം എന്ന കൃതിയാണ് മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം. ചോദ്യം 27. സന്ദേശകാവ്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാളിദാസൻ. കാളിദാസനാണ് സന്ദേശകാവ്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ചോദ്യം 28. കാളിദാസൻ്റെ വിഖ്യാതമായ സന്ദേശകാവ്യം ഏത്? കാളിദാസൻ്റെ ഏറ്റവും പ്രശസ്തമായ സന്ദേശകാവ്യം ഏത്? മേഘസന്ദേശം അല്ലെങ്കിൽ മേഘദൂത് ആണ്. ചോദ്യം 29. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏത്? കാളിദാസൻ രചിച്ചത് സംസ്കൃതത്തിലാണ്. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏത്? ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശമാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം. ചോദ്യം 30. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യം ഏത്? ഒരു മഹാകാവ്യത്തിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളുമുള്ള ആദ്യത്തെ മഹാകാവ്യം മലയാളത്തിലേത് ഏതാണ്? ഉമാകേരളമാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം. ഇത് രചിച്ചത് മഹാകവി ഉള്ളൂരാണ്. ചോദ്യം 31. ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായി ഗാന്ധിജിയെ ചിത്രീകരിച്ച മഹാകവി വള്ളത്തോളിൻ്റെ കവിതയുടെ പേരെന്താണ്? എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലാണ് ഗാന്ധിജിയെ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. ചോദ്യം 32. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതി. വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. ചോദ്യം 33. വാസനാവികൃതിയുടെ കർത്താവ് ആരാണ്? വാസനാവികൃതിയുടെ രചയിതാവ് കർത്താവ് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ചെറുകഥയാണ് വാസനാവികൃതി. ചോദ്യം 34. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ തൂലികാനാമം എന്ത്? അദ്ദേഹത്തിൻ്റെ തൂലികാനാമം എന്ത്? കേസരി.
കേസരി എന്നാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ തൂലികാനാമം. ചോദ്യം 35. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെ കൂടാതെ കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ ആര്? എ. ബാലകൃഷ്ണപിള്ള. അദ്ദേഹവും കേസരി എന്ന തൂലികാനാമം ഉപയോഗിച്ചിട്ടുണ്ട്. കേസരി എ. ബാലകൃഷ്ണപിള്ള. വൃത്താന്ത പത്രപ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ചോദ്യം 36. വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? വാസനാവികൃതി എന്ന കഥ പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനി എന്ന മാസികയിലാണ്. വിദ്യാവിനോദിനി എന്നാണ് വാസനാവികൃതി പ്രസിദ്ധീകരിച്ച മാസികയുടെ പേര്. ചോദ്യം 37. പൊതിച്ചോറ് തുടങ്ങിയ നിരവധി അധ്യാപക കഥകളുടെ കർത്താവ് അല്ലെങ്കിൽ വാദ്യാർ കഥകളുടെ കർത്താവ് കാരൂർ നീലകണ്ഠപിള്ള. അദ്ദേഹവും ഒരു അധ്യാപകനായിരുന്നു. തൻ്റെ അനുഭവത്തിൽ കൂടി അദ്ദേഹം അധ്യാപക കഥകൾ എഴുതിയിട്ടുണ്ട്. ചോദ്യം 39. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. അദ്ദേഹത്തെ തിരുവിതാംകൂറിൽ നിന്ന് കണ്ണൂരിലേക്ക് നാടുകടത്തിയിരുന്നു. ചോദ്യം 40. 3 ആത്മകഥാ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള സാഹിത്യകാരൻ ആര്? പി. കുഞ്ഞിരാമൻ നായർ. അദ്ദേഹം കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്നിങ്ങനെ 3 ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. ചോദ്യം 41. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ലക്ഷണമൊത്ത ആദ്യ നോവൽ ഇന്ദുലേഖയാണ് ഒ ചന്തുമേനൻ്റെ എന്ന് പറഞ്ഞു. ആദ്യത്തെ നോവൽ കുന്തലതയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവലായി അറിയപ്പെടുന്നത് കുന്തലതയാണ്. ചോദ്യം 42. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത രചിച്ചതാര്? കുന്തലതയുടെ രചയിതാവ് ആരാണ്? അപ്പു നെടുങ്ങാടി. അപ്പു നെടുങ്ങാടിയാണ് 1887 കുന്തലത എന്ന മലയാളത്തിലെ ആദ്യ നോവൽ രചിച്ചത്. ചോദ്യം 43. കുട്ടനാടിൻ്റെ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ആരാണ് കുട്ടനാടിൻ്റെ സാഹിത്യകാരൻ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത്? തകഴി ശിവശങ്കരപിള്ള. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ചോദ്യം 44. കേരളത്തിലെ സാമൂഹിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചതാര്? വി. ടി. ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. ചോദ്യം 45. മലയാളത്തിലെ ആദ്യത്തെ ഹജ്ജ് യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ഹജ്ജ് യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? ഞാൻ കണ്ട അറേബ്യ. ഞാൻ കണ്ട അറേബ്യയാണ് മലയാളത്തിലെ ആദ്യത്തെ ഹജ്ജ് യാത്രാവിവരണ ഗ്രന്ഥം. ചോദ്യം 46. ഞാൻ കണ്ട അറേബ്യ എന്ന ഹജ്ജ് യാത്രാവിവരണ കൃതി രചിച്ചതാര്? ആരാണ് ഈ കൃതി രചിച്ചത്? പി. മൊയ്തു ഹാജിയാണ്. 1946 ഞാൻ കണ്ട അറേബ്യ എന്ന കൃതി പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചോദ്യം 47. ആദ്യത്തെ മലയാള ശബ്ദ ചലച്ചിത്രം ഏതാണ്? ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? ബാലൻ ആണ് ആദ്യത്തെ മലയാള ശബ്ദ ചലച്ചിത്രം, സംസാരിക്കുന്ന ചലച്ചിത്രം. ചോദ്യം 48. സിനിമയുടെ സാഹിത്യരൂപത്തെ വിളിക്കുന്നതെന്ത്? സിനിമയുടെ സാഹിത്യരൂപത്തെ എന്താണ് പറയുന്നത്? തിരക്കഥ. തിരക്കഥ അഥവാ സ്ക്രീൻ പ്ലേ. തിരക്കഥയാണ് സിനിമയുടെ സാഹിത്യരൂപം. ചോദ്യം 49. ഭാരതീയ ഭാഷകളിൽ മലയാള ഭാഷയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയിലെ ഭാഷകളിൽ മലയാള ഭാഷയുടെ സ്ഥാനം 8ാം സ്ഥാനമാണ്. സംസാരിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ 8ാം സ്ഥാനത്താണ് ഇന്ത്യയിലെ ഭാഷകളിൽ മലയാളത്തിൻ്റെ സ്ഥാനം. ചോദ്യം 50. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെയും വികാസത്തെയും ആസ്പദമാക്കി കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതി രചിച്ചിട്ടുള്ളത്. ചോദ്യം 51. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? ഇതാണ് എൻ്റെ പേര് എന്നാണ് നോവലിൻ്റെ പേര്. ഈ ഓഡിയോ നോവൽ തയ്യാറാക്കിയത് സക്കറിയ ആണ്, പ്രശസ്ത സാഹിത്യകാരനായ സക്കറിയ. ചോദ്യം 52. മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി ഏതാണ്?
മലയാളത്തെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി ബാലഭൂഷണം ആണ്. ബാലഭൂഷണം അതാണ് ബാലസാഹിത്യ രംഗത്തെ മലയാളത്തിലെ ആദ്യത്തെ കൃതി. ചോദ്യം 53. ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഋതുക്കളുടെ വർണ്ണനയിൽ സമർത്ഥനായ കവി ചെറുശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷ്ണഗാഥയിൽ എല്ലാ ഋതുക്കളെയും അതിമനോഹരമായി വർണ്ണിച്ചതായി കാണാം. ചോദ്യം 54. മലയാളത്തിലെ ആദ്യത്തെ പദ്യമാസിക ഏത്? മലയാളത്തിലെ ആദ്യത്തെ പദ്യമാസിക ഏതാണ്? കവന കൗമുദി. കവന കൗമുദിയാണ് മലയാളത്തിലെ കവിതകൾ മാത്രമുള്ള ആദ്യത്തെ മാസിക. ചോദ്യം 55. പച്ചമലയാളം എന്ന കാവ്യപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? പച്ചമലയാളം എന്ന കാവ്യപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ചോദ്യം 57. മലയാളത്തിലെ ആദ്യത്തെ ബോധധാരാ നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ബോധധാരാ നോവൽ ഏതാണ്? സ്വർഗദൂതൻ. പോഞ്ഞിക്കര റാഫിയുടെ രചനയായ സ്വർഗദൂതനാണ് മലയാളത്തിലെ ആദ്യത്തെ ബോധധാരാ നോവൽ ആയി അറിയപ്പെടുന്നത്. ചോദ്യം 58. മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ അപസർപ്പക നോവൽ ഏതാണ്? കുറ്റാന്വേഷണ നോവൽ ഏതാണ്? ഭാസ്കരമേനോൻ എന്നാണ് നോവലിൻ്റെ പേര്. ഇത് രചിച്ചത് അപ്പൻ തമ്പുരാനാണ്. അതാണ് മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ. ചോദ്യം 59. മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? യുക്തിഭാഷ. യുക്തിഭാഷയാണ് മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥമായി അറിയപ്പെടുന്നത്. ചോദ്യം 60. തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തിൻ്റെ സാഹിത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തോറ്റം പാട്ട് അല്ലെങ്കിൽ തോറ്റങ്ങൾ എന്നാണ് തെയ്യത്തിൻ്റെ സാഹിത്യരൂപത്തെ വിളിക്കുന്നത്. ചോദ്യം 61. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാട്ടബാക്കി രചിച്ചതാര്? കെ ദാമോദരൻ്റെ രചനയാണ് പാട്ടബാക്കി എന്ന നാടകം. ഈ ചാനലിലെ ഈ വീഡിയോ നിങ്ങൾക്കേറെ ഇഷ്ടമായിരിക്കുമെന്ന് കരുതുകയാണ്. കൂടുതൽ വിജ്ഞാനപ്രദമായ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.